നാലാം ക്ലാസ് തദ്രീബു തിലാവ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 5, 6, 7 എന്നീ 3 പാഠങ്ങളുടെ റിവിഷനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന ഭാഗങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, നമ്മൾ പഠിച്ചിരിക്കേണ്ട ദുആകൾ, എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയ നല്ല ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവനായി കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അൽ വഹദത്തുൽ ഖാമിസ, 5ാമത്തെ യൂണിറ്റ്, ബയാനു മൻഹജ് ഷഹരി, മാസത്തെ കണക്കാണ് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിലുള്ളത്. ഏത് മാസം? അഷ്ഹർ, സഫർ മാസമാണ്. അദദുൽ ഫുസൂൽ, എത്ര പീരിയഡുകളിലായി ഖുർആനും തദ്രീബു തിലാവയും നടക്കണം? 26. മുഖത്തഉ ഷഹർ, ഖുർആൻ്റെ പാഠഭാഗം എവിടെ നിന്ന് എവിടെ വരെയാണ്? മിൻ അവലി സൂറത്തി റൂം, സൂറത്തു റൂമിൻ്റെ ആദ്യം മുതൽ ഇല ആഖിരി സൂറത്തി സജദ, സജദയുടെ അവസാനം വരെ. മുഖത്തഉ ഷഹറുലി തഹ്ഫീദ്, മനപ്പാഠമാക്കാനുള്ള സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഗാഷിയ, ഗാഷിയയാണ്. 4 ഫുസൂൽ, 4 പീരിയഡുകളിലായിട്ട് നടക്കണം. സൂറത്തുകൾ പരിചയപ്പെടാം. സൂറത്തു റൂം മക്കിയാണ്. ആയാത്തുഹ 60 ആയത്തുകളാണ്. തെർത്തീബുഹ 30ാമത്തെ സൂറത്താണ്. സൂറത്തു ലുക്മാനും മക്കയിൽ അവതരിച്ചതാണ്. 34 ആയത്തുണ്ട്. 31ാമത്തെ സൂറത്താണ്. സൂറത്തു സജദ അതും മക്കിയാണ്. 30 ആയത്തുകളാണ്. 32ാമത്തെ സൂറത്താണ്. പാരായണം കേട്ട് പരിശീലിക്കാം. അവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഖുർആൻ പാരായണം കേൾക്കാൻ കഴിയും. അടുത്ത പേജിലേക്ക് വരുമ്പോൾ അതിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങളൊന്നുമില്ല. ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അഹ്കാമു റാഇൽ മുതഹരിക്കത്തി, ഹർക്കത്തുള്ള റാകളുടെ നിയമങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഫതഹ് ഉണ്ട്, കസ്റുണ്ട്, ലമ്മുണ്ട്. ഇതാണ് ഹർക്കത്ത്. പിന്നുള്ളത് സുക്കൂനാണ്. അത് ഹർക്കത്തല്ല. അപ്പോൾ അതിൻ്റെ നിയമങ്ങളാണ്. അറബി ഭാഷയിൽ റാഇന് 2 തരം ഉച്ചാരണങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ്? തഫ്ഹീം, തർക്കീക്ക്. അപ്പോൾ എത്ര തരം ഉച്ചാരണം ഉണ്ട്? 2 തരം. ഏതൊക്കെയാണ് തഫ്ഹീം, തർക്കീക്ക്? അങ്ങനെ ചോദ്യം നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കാം. റായിന് ഫതഹോ ലമ്മോ ആണെങ്കിൽ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതാണ് തഫ്ഹീം. അപ്പോൾ എന്താണ് തഫ്ഹീം? തഫ്ഹീമിനെ എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഇനി റായിന് കസ്റാണെങ്കിൽ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തർക്കീക്ക് എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ റാ റു ഒരേ സൗണ്ടാണ്. അത് തഫ്ഹീമാണ്. തർക്കീക്ക് റീ എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഉച്ചാരണം ഏത് രൂപത്തിൽ വരണം? രി എന്നാവണം. രാ രീ രു യിലെ രീ വരണം. മറ്റത് റാ റു എന്ന് തന്നെയാണ്. അപ്പോൾ ഫതഹ്, ലമ്മ്, തഫ്ഹീം, കസ്ർ, തർക്കീക്ക് അഥവാ രി എന്നുള്ളത്. ഇനി റാ റീ റു എന്നീ അക്ഷരങ്ങൾ വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിപ്പിക്കാം. അപ്പോൾ അത് നമുക്ക് പരിശീലനത്തിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള സ്ഥലം അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇനി പദങ്ങൾ എഴുതി പരിശീലിക്കാം. അവിടെ എഴുതാനുള്ള ഭാഗമാണ്. അങ്ങോട്ടത് എടുത്തെഴുതണം. ആ എഴുതാൻ വേണ്ടി തരുന്നത് നമുക്ക് പരിജ്ഞാനത്തിന് വേണ്ടിയാണ്. പാഠഭാഗത്തിലുള്ള വിഷയങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഉലിബത്തിർ റൂം, കണ്ടില്ല, റൂ വന്നു. യഫ്റഹുൽ മുഅ്മിനൂൻ, റാ വന്നു. യുബ്ലിസുൽ മുജിരി, റീ എന്നല്ല, മുജിറിമു അല്ല, മുജിരിമൂൻ. സ്വരം മാറിയത് കണ്ടില്ല. ഫീ റൗളത്തിൻ യുഹ്ബറൂൻ, റാ റു. ബിമാ ലദൈഹിം ഫരിഹൂൻ. പാഠത്തിലെ വിഷയങ്ങൾ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഏതാൾക്കും വളരെ എളുപ്പത്തിൽ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഖുർആനിൽ നിന്ന് കണ്ടെത്താം. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി. ഇപ്പം ബർരി ബഹരി ഉണ്ടല്ലേ, രീ ആയി. വൻ തളിർ ഇന്നഹും മുൻതളിറൂൻ ഉണ്ടല്ലേ, റൂ ആയി. ഇലാ ആസാരി രി റഹ്മത്തില്ല, രി വന്നാൽ തർക്കീക്ക്. മറ്റേത് റാ റു തഫ്ഹീം. വലി തജിരിയ തർക്കീക്ക്. അൽ ഫുൽകു ബി അംരിഹി, അവിടെയും തർക്കീക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ശീലിക്കാം എന്നുള്ളതിൽ ഒരു പ്രാർത്ഥന, ദുആഉൽ ഖുർആൻ, ഖുർആനിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം, ചിലപ്പോൾ ഹിഫ്ളിൽ ചോദിച്ചേക്കാം, പൂരിപ്പിക്കാൻ ചോദിച്ചേക്കാം. അതങ്ങ് പഠിച്ചു വെച്ചാൽ നമുക്ക് മുഴുവൻ മാർക്കും പ്രതീക്ഷിക്കാം. റബ്ബന ഫഗ്ഫിർ ലനാ ദുനൂബന വകഫിർ അന്നാ സയ്യിആത്തിന വതവഫന മഅൽ അബ്റാർ. പടച്ചോനെ, ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണം, ഞങ്ങളെ തൊട്ടിട്ടുള്ള തെറ്റുകളെ നീ മായ്ച്ചു കളയണം,
നന്മയുള്ള ആളുകളോടുകൂടെ ഞങ്ങളെ നീ മരിപ്പിക്കണം എന്നാണ് അതിൻ്റെ ആശയം. ഇനി മാസാന്ത മൂല്യനിർണ്ണയം. അധ്യാപകൻ കുട്ടിയുടെ മാസാന്ത പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി താഴെ യോജിച്ച കോളത്തിൽ സ്റ്റാർ നൽകുക എന്നുള്ളതാണ്. മുംതാസ്, ജയ്യിദുൻ ജിദ്ദുണ്ട്, ജയ്യിദുണ്ട്, വയറു ജയ്യിദുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കിട്ടിയത് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി അൽ വഹദത്തു സാദിസ 6ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ മാസാന്ത കണക്ക് വിവരിക്കുമ്പോൾ ഏത് മാസമാണ്? റബിയുൽ അവ്വലാണ്. എത്ര പിരീഡ് കിട്ടും നമുക്കതിൽ? 23 പിരീഡ്, ഖുർആനും തദ്രീബു തിലാവയും കൂടെ. മുഖത്തഴ ഷെയർ ഏതാണ്? മിൻ അവ്വലി സൂറത്തുൽ അഹ്സാബ്, സൂറത്തുൽ അഹ്സാബ് ഇല ആഖിരി, അതിൻ്റെ അവസാനം വരെയാണ്. സൂറത്തുകൾ പരിചയപ്പെടാം. സൂറത്തുൽ അഹ്സാബ് മാത്രമേ ഉള്ളൂ, അത് മദനിയാണ്. 73 ആയത്തുകളുണ്ട്. 33ാമത്തെ സൂറത്താണ് തർത്തീബുഹ. പാരായണം കേട്ട് പരിശീലിക്കാം. അപ്പോൾ അവിടെ സ്കാൻ ചെയ്താൽ നല്ല ഓത്ത് കേൾക്കാം. ഇതിൽ പറയുന്നത് അഹ്കാമു ലാമി ലഫ്ലിൽ ജലാല, ജലാലത്തിൻ്റെ പദത്തിലെ ലാമിൻ്റെ വിധികൾ. എങ്ങനെ പറയാം? ജലാലത്തിൻ്റെ പദത്തിലെ ലാമിൻ്റെ വിധികൾ, അതാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. നമുക്ക് വായിച്ചു നോക്കാം. ഈ ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. അല്ലാഹു എന്ന ശ്രേഷ്ഠമായ നാമം ഉച്ചരിക്കുന്നതിന് 2 രീതികളുണ്ട്. ഈ നാമത്തിലെ ലാം എന്ന അക്ഷരത്തിലാണ് ഉച്ചാരണ വ്യത്യാസം. ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൽ ഫത്തഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തഫ്ഹീം എന്ന് പറയും. ലാമിന് മുമ്പുള്ള അക്ഷരത്തിൽ കെസ്ർ ആണെങ്കിൽ സാധാരണ ലാമു പോലെ ഉച്ചരിക്കണം. ലാ, ലീ എന്നുണ്ടല്ലോ, ലില്ല ഉച്ചരിക്കണം. ഇതിന് തർക്കീക്ക് എന്നും പറയും. ഉദാഹരണം നോക്കൂ. അല്ലാഹു, വല്ലാ എന്നുള്ള ശബ്ദമായിരിക്കും തഫീമാകുമ്പോൾ. ലാ എന്നുള്ള ശബ്ദം, ലാമിൻ്റെ അതേ ശബ്ദമായിരിക്കും തർക്കി. അത്രേ പഠിക്കാനുള്ളൂ. ലാമിൻ്റെ അതേ സ്വരമാണോ അതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ തർക്കീക്ക്. ലോ എന്നുള്ള ശബ്ദം, വായ നിറച്ച് ലോ എന്നുള്ള ശബ്ദമാണോ തഫീമ്. അത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ എന്താ അത്ര കാര്യമായിട്ട് പഠിക്കാനുള്ളത്? എന്തെളുപ്പമാണ്. വല്ലാഹു, ഹക്കുല്ലാഹി, രണ്ടും തഫീമാണ്. ലില്ല, ലില്ല കണ്ടില്ല, ലില്ലാഹി തർക്കീക്കാണ്. അല്ലാഹു എന്ന ശ്രേഷ്ഠമായ നാമം പാഠഭാഗത്തിൽ നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിപ്പിക്കാം. അതിൽ തഫീമും തർക്കീകും വേർപിരിച്ചതാണ് കേട്ടോ. ഇനി പദങ്ങൾ എഴുതി പരിശീലിക്കാം എന്നുള്ളതിൽ എഴുത്ത് മാത്രമല്ല, അതിൽ വന്ന പദങ്ങൾ കൂടി മനസ്സിലാക്കാനാണ്. ഇത്തഖില്ലാഹ, ഇത്തഖില്ല, ലാ വന്നില്ലേ, ഏതാണ്? തർക്കീക്കാണ്. വകഫാ ബില്ലാ, ലാ വന്നില്ലേ, ലാ തർക്കീക്കാണ്. ഫി കിതാബില്ലാ, ലാ വന്നില്ലേ, അതും തർക്കീക്കാണ്. അസ്തഗ്ഫിറുല്ലാ, ലാ വന്നില്ലേ, തഫ്ഹീം. അഅദ്ദല്ലാഹു ലഹും, അതും തഫ്ഹീം. ഖുർആനിൽ നിന്ന് കണ്ടെത്താം. വമൻ യുതിഇല്ലാഹ, ലാ വന്നില്ലേ, തർക്കീക്ക്. കാന ഇൻദല്ലാഹ്, ലാ വന്നില്ലേ, തഫ്ഹീം. വതവക്കൽ അലല്ലാഹി, അതേതാണ്? തഫ്ഹീം. ലിയജ്സിയല്ലാഹു, തഫ്ഹീം. ഇനി നമുക്ക് ശീലിക്കാം എന്നുള്ളതിൽ ദുആഉൽ ഖുർആനുണ്ട്. റബ്ബന ലാ തുസിഅ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ് എന്ന നല്ലൊരു പ്രാർത്ഥനയാണ്. അത് നമുക്ക് നിസ്കാര ശേഷമൊക്കെ പാരായണം ചെയ്യാം. നല്ല ദുആ ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, മനഃപ്പാടമാക്കി വെക്കുക. മാസാന്ത മൂല്യനിർണ്ണയം ഉസ്താദ് നടത്തിക്കോളും. നിങ്ങൾക്കൊക്കെ ഏതാണ് ലഭിക്കാറുള്ളത്? ഇനി നമുക്ക് വഹദത്തു സാബിയ 7ാമത്തെ യൂണിറ്റിലേക്ക് വരാം. മാസാന്ത കണക്ക്. മാസം റബിയുൽ ആഖിറാണ്. പീരീഡ് 18 മിൻ അവ്വലി സൂറത്ത് സബഇൻ്റെ ആദ്യം മുതൽ സൂറത്തുൽ ഫാത്തിറിൻ്റെ അവസാനം വരെയാണ് കണക്ക്. സൂറത്തുകൾ സബഅ് മക്കയിൽ അവതരിച്ചതാണ്. 54 ആയത്തുണ്ട്. 34ാമത്തെ സൂറത്താണ്. സൂറത്തുൽ ഫാത്തിറും മക്കയിൽ അവതരിച്ചത്. അതിലെ ആയത്തുകൾ 45ആണ്. അതിൻ്റെ ഓർഡർ ക്രമം 35ാമത്തെ സൂറത്താണ്. പാരായണം കേട്ട് പരിശീലിക്കാം എന്നുണ്ട്. അവിടെ നമുക്ക് സ്കാൻ ചെയ്താൽ നല്ല ഒത്ത് കേൾക്കാം. ഇനിയാണ് മെയിൻ വിഷയത്തിലേക്ക് വരുന്നത്. അൽ മദ്ദുൽ അസ്ലിയോ, മദ് അസ്ലിയെ. എന്താണ് അതിൽ പറയുന്നത്? അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ്, അപ്പോൾ നീട്ടാനുള്ള ആ ശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. 2 ഹർക്ക ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമേ
ദീർഘ ശബ്ദം നൽകാവൂ. അപ്പം നീട്ടുമ്പോൾ രണ്ട് ഹർക്കത്തിൻ്റെ ആ ഒരു സമയം മാത്രമേ നീട്ടാവൂ. ഇങ്ങനെ കാല എന്ന് പറയാൻ പറ്റില്ല. കാല അങ്ങനെ ആ ഒത്ത രൂപത്തിലായിരിക്കണം. അലിഫ്, വാവ്, യാ എന്നിവയാണ് മദ്ദിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ. ചോദിക്കും മദ്ദിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, എത്ര ഹർക്കത്താണ് നീട്ടേണ്ടത്, എന്താണ് മദ് അസ്ലി, ഇതൊക്കെ അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം നമ്മളത് പഠിച്ചു വെക്കുക. ഇനി നിങ്ങൾ നോക്കൂ, ഫത്തഹിനെ നീട്ടാൻ അലിഫാണ്, കസ്റിനെ നീട്ടാൻ യാ ആണ്, ലമ്മിനെ നീട്ടാൻ വാവാണ്. ഉദാഹരണം അലിഫ് ഖാല, യാ ഖീല, വാവ് ഖൂലു. ഇനി ഹുറൂഫുൽ മദ്, മദ്ദിയായ അലിഫ്, വാവ് എന്നീ അക്ഷരങ്ങൾ വരുന്ന 3 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം, എഴുതി പരിശീലിക്കാം എന്നുള്ളതാണ്. ഇനി പദങ്ങൾ എഴുതി പരിശീലിക്കാം എന്നുള്ളതിൽ വഅലമു സ്വാലിഹൻ വറവാഹുമാ ഷഹ്റുൻ വമാ യഖ്റുജു ഫീഹാ ആല ദാവൂദ ശുക്രൻ വഗറാബീബു സൂദുൻ. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ അതിൽ ആയത്തുകളിൽ അത് നീട്ടാനുള്ള മദ്ദിൻ്റെ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കുക. ഖുർആനിൽ നിന്ന് കണ്ടെത്താം എന്നുള്ളതിൽ ഏതൊക്കെയാണ് വരുന്നത്? ലാ യംലികൂന മിസ്ഖാല ദർറ ജന്നതാനി അൻ യമീനിൻ വശിമാലിൻ സീറൂ ഫീഹാ ലയാലിയ വഅയ്യാമൻ വഹും യസ്തരിഖൂന ഫീഹാ. അതൊക്കെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ശീലിക്കാം എന്നുള്ളതിൽ ഖുർആനിൽ നിന്നുള്ള പ്രാർത്ഥന ഏതാണ്? റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ എന്ന നല്ല ദുആ ആണ്. മനഃപ്പാഠമാക്കി വെക്കുക. വളരെ സാധ്യത കൂടുതലുള്ള ദുആ ആണ്. നോട്ട് ചെയ്തോളൂ. മാസാന്ത മൂല്യനിർണ്ണയം അത് ഉസ്താദ് നടത്തും. അപ്പോൾ ഈ വിഷയങ്ങളാണ് നമ്മളെ ഈ 3 പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി വന്നിട്ടുള്ളത്. 1-2 തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ എല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാം. നല്ല നല്ല വീഡിയോകൾ വരാനുണ്ട്. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. 1 വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. നന്ദി സൂചകമായി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ. വിജയം നൽകട്ടെ. നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.